അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് പ്ലാവിലെ തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയലിലെത്തിയിട്ടുണ്ട്. ചുറ്റും ഫുൾ ഓഫ് വെള്ളം ഗൈസ്. അങ്ങനെ വെള്ളമൊക്കെ നീന്തി കടന്ന് വെള്ളത്തിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മാസ്മരികമായ ഫോട്ടോസ് എടുക്കട്ടെ. ക്യാമറാമാൻ എന്റെ സ്വന്തം ഭർത്താവ് ജോസ്. അവന്റെ ഫോട്ടോ എടുപ്പോ കണ്ടവർക്ക് മാസ്മരികാണെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പോയൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഇടയ്ക്ക് തലയിൽ വെച്ച 2 കൊമ്പും നിലത്ത് വീട് പോയി. അശ്വന്ത് റീടച്ച് ചെയ്തിട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട്. എന്ത് ക്യൂട്ട് കൊമ്പ് അല്ലേ. അങ്ങനെ ആ ഒരു സൈഡിൽ നിന്നുള്ള ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് പണി കിട്ടലിന്റെ ഏറും മേളം. വയലിലേക്ക് വരുന്ന സമയത്ത് ഇവന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്ടയുണ്ട്. തിരിച്ചു വരുമ്പോ ഇവൻ വെറുതെ ഒന്ന് കാലുമലേക്ക് നോക്കിയപ്പോ അട്ട. ഇവനെ അട്ട കടിച്ചു. ഞാനുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനാ എടുത്തു കൊടുത്ത് സഹായിച്ചത്. കണ്ടോ, നിന്നെ മാത്രമേ കടിച്ചിട്ടുള്ളൂ. ദുഷിച്ച രക്തം. അങ്ങനെ ഇവനെ മാത്രം കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കി ആർത്തുല്ലസിച്ച് നടന്നതായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കാലിന്റെ ഇടയിൽ നോക്കിയപ്പോ എന്റെ കാലിനും അട്ട കടിച്ചു. ഇവനെ എടുക്കാനേ വേണ്ടിയിട്ടാണല്ലോ എന്നെ എടുക്കാൻ അതാർന്ന് മാറട്ടെ, മേലോട്ട് പോട്ടെ, എന്നിട്ട് എടുക്കാം. അങ്ങനെ അട്ട കടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഹങ്കാരം അങ്ങോട്ട് മാറി കിട്ടി. പിന്നെ ഇവനിതാ നെഞ്ചും വിരിച്ചു പോകുന്നുണ്ട്. അശ്വന്ത് അവനെ കടിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് നിരനിരാ അട്ട കടിയായിരുന്നു. പോകുന്ന വഴിക്ക് മുഴുവൻ കാലിന്റെ ഇടയിൽ അട്ടയായിരുന്നു. അങ്ങനെ എന്നെ അട്ട കടിക്കൂല എന്ന് പറഞ്ഞു നടന്ന അശ്വന്തിന്റെ ചെരുപ്പിന്റെ ഉള്ളൊന്നും കിട്ടി ഒരട്ടേനെ. അങ്ങനെ അട്ടേന്റെ കടി എല്ലാവർക്കും 1 വീതം കിട്ടിയിട്ടുണ്ട്. ഇവനൊരു 4 അല്ലേ? ചാച്ചുവിനൊരു 4 വീതം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അട്ടയും പോയി എന്ന് കരുതി വീട്ടിലെത്തി നോക്കിയപ്പോ എന്റെ കാലിന്റെ ഇടയ്ക്ക് ഒരു അട്ടയും കൂടി. അതാണെങ്കിൽ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചോര വന്ന് കൈസ്. ഇതാണെങ്കിൽ നിൽക്കുന്നു. ഇവനൊരു ക്രൂരൻ തന്നെ. മഴക്കാലത്തിനും വയലിലും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക, അട്ടയുണ്ട് ഗൈസ്. ബ്ലഡ് നിൽക്കാത്തോണ്ട് കുറച്ച് ഉപ്പിട്ട് എന്നിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം കുറച്ച് സ്പ്രേ അടിച്ചു എന്നിട്ടും നിൽക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ കട്ട പിടിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അട്ടേനെ കണ്ടും കടികൊണ്ടും സംതൃപ്തിയായി.